ഈ കാര്യത്തിൽ നിന്റെ ബാപ്പയുടെ പക്ഷത്താ ഞാൻ. മലപ്പുറത്തേക്ക് പോവുക, അതേ നിവൃത്തിയുള്ളൂ. സ്വന്തം നാട്ടിൽ പഠിച്ച തൊഴിൽ കിട്ടിയത് കളഞ്ഞിട്ട് എണ്ണപ്പാടത്ത് പോയി കിടന്ന് വിയർപ്പൊഴിക്കേണ്ട വല്ല കാര്യമുണ്ട്? മതി മതി, നിന്റെ ഉപദേശം കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. നല്ല ബുദ്ധി വല്ലതും തോന്നെങ്കിൽ പറ, അതിനാ നിന്നോട് ചോദിച്ചത്. ഇതാ ദൈവത്തിന്റെ ഓരോ കളിയെന്നൊക്കെ പറയുന്നത്. എന്റെ ഗതികേട് നീ ഒന്ന് നോക്കും. ട്യൂട്ടോറിയൽ നിർത്തും, ഉണ്ടായിരുന്ന ട്യൂഷനും പോയി. നിനക്കോ കിട്ടിയപ്പോ 2 കയ്യിൽ. ആ, അതാ ഇപ്പൊ കുരുക്കായത്. 2 ദിവസം മുമ്പ് ഈ ടെലിഗ്രാം വന്നിരുന്നെങ്കിൽ ബാപ്പയുടെ ഉടക്കം ഒഴിവാക്കാമായിരുന്നു. ബാപ്പയോട് പിണങ്ങേണ്ടി വന്നാലും ശരി, ഞാൻ ഗൾഫിലൊക്കെ പോകുന്നുള്ളൂ. എന്നാ പിന്നെ ബാപ്പയോട് പറഞ്ഞ് ആ ജോലി എനിക്ക് വാങ്ങിച്ചാൽ. ബാപ്പയുടെ സുഹൃത്തല്ലേ ഹാജിയാര്, നീ പറഞ്ഞാൽ നടക്കും. നീ എന്താ ആലോചിക്കുന്നത്? ആരോടും പറയാതെ നിനക്കെങ്ങനെ ഈ ജോലി വാങ്ങിച്ചു തരുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെങ്ങനെ? എനിക്ക് ഏതായാലും ഗൾഫിൽ പോയേ പറ്റൂ. നിനക്കാണെങ്കിൽ ഒരു ജോലിയും വേണം. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. നീ കുഞ്ഞാലിക്കുട്ടിയായി മലപ്പുറം സ്കൂളിലേക്ക് പോകുന്നു. ആ, ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ കോയാമൻസിലിൽ കുഞ്ഞാലിക്കുട്ടിയായി മലപ്പുറം ഹാജിയാരുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. നിനക്ക് ഭ്രാന്തുണ്ടോ? ആൾമാറാട്ടത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ? 5-6 കൊല്ലം ജയിലിലിടും, അല്ലാതെ തൂക്കി കൊല്ലൊന്നുമില്ലല്ലോ. ആ, എടാ, ഹാജിയാർ എന്നതാ ഇത്ര ഉള്ളപ്പോഴും മറ്റേ കണ്ടിട്ടുള്ളൂ. അന്ന് എനിക്കൊരു 2-3 വയസ്സ് കാണും. അന്ന് കണ്ട ആ പീക്കിരി ചെറുക്കൻ ഇപ്പൊ വളർന്ന് വലുതായി BA ഒക്കെ പാസ്സായി എന്നറിയാന്നല്ലാതെ ഈ കോലത്തിൽ ഹാജിയാർ എന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒരു കള്ളക്കളി, അത്രേ ഉള്ളൂ. എന്നെ കൊണ്ടാവില്ല. ഇതാ നിനക്ക് ഒരു ജോലിയും കിട്ടാത്തത്. എടാ, നിനക്ക് നിന്റെ പെങ്ങളെ കോളേജിൽ അയക്കണ്ടേ, നിന്റെ കുടുംബം നോക്കണ്ടേ? ഇതൊക്കെ എങ്ങനെ നടക്കും? കൂടിയ 2 മാസം. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒരു വിസ ഒപ്പിച്ച് ഞാൻ നിന്നെ അക്കരക്ക് എത്തിക്കില്ലേ? ഒക്കെ ശരിയാ. നിന്റെ ബാപ്പ ഇതറിയുമ്പോ? ദുബായിന്ന് വരിവരിയായി പണം ഇങ്ങെത്തുമ്പോ ബാപ്പയുടെ ചൂടൊക്കെ പമ്പ കിടക്കും. അതൊക്കെ പിന്നത്തെ കാര്യം. മകനെ കാണാൻ നിന്റെ ബാപ്പ സ്കൂളിലോട്ടാണ് കയറി വന്നാൽ അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല, അത് നീ മനസ്സിലാക്കണം. ജോജി, എന്റെ ഭാവി ഇപ്പൊ നിന്റെ കയ്യിലാണ്. നീ എന്നെ നിരാശപ്പെടുത്തരുത്. ഉടനെ ഒരു മറുപടി പറയണ്ട, ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി. രാജുടെ അമ്മ എന്നോട് ചോദിക്കുക പഠിച്ച എന്താകാനാ ആഗ്രഹമെന്ന്. ഞാനും വിട്ടില്ല, ഗമയിൽ അങ്ങ് അടിച്ചു ഡോക്ടർ ആവണമെന്ന്. ബാപ്പ ഉണ്ടണ്ട, ഈ എന്നോട് മിണ്ടണ്ട. ഈ എന്താണ് പറഞ്ഞിട്ട് പോയത്? ബാപ്പാനെ ധിക്കരിച്ച് പോകാൻ ദൂവാക്കി പോയി നാട്ടുകാരെ കൊണ്ട് പറയിക്കരുതെന്ന് അല്ലേ? പറയട്ട്, ചുമ്മാ പറയട്ട്. പോയിക്കോ, ദുബായിലോ ആഫ്രിക്കയിലോ എവിടെ വേണോ പോയിക്കോ. പിന്നെ ഈ പടി കയറരുത്. ഞമ്മള് നിന്റെ ബാപ്പയും അല്ല, ഇങ്ങനെ ഒരു ഓനും ചമ്മക്കില്ല. പാപ്പ ഉണ്ടണ്ട. ഉമ്മ എന്തിനാ ഇനി അനുസരണക്കേട് കാണിക്കാനാ? ഈ കാരണം ഒരു വെളിവില്ലാണ്ട് നടക്കുകയാണ് എന്റെ ബാപ്പ. ഉമ്മ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഉമ്മയല്ല, പടച്ചോം എന്ന് പറഞ്ഞാലും ശരി, ബാപ്പാന്റെ സമ്മതത്തോടു കൂടി നിന്റെ മോൻ ദുബായിൽ പോവില്ല. അത് തന്നെ ഞാനും പറയണത്. ബാപ്പാന്റെ സമ്മതം ഇല്ലാണ്ട് കുഞ്ഞാലിക്കുട്ടി ദുബായി പോണില്ല. അതെ ബാപ്പ, ബാപ്പാന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഞാൻ മലപ്പുറത്തേക്ക് പോകുന്നുള്ളൂ, മാഷായിട്ട്. ആലോചിച്ച് നോക്കിയപ്പോ എനിക്കും തോന്നി ബാപ്പ പറയുന്നതാണ് ശരിയെന്ന്. ഇപ്പൊ സന്തോഷമായില്ലേ? ഞാൻ ആ പെട്ടിയൊക്കെ എടുത്തൊന്ന് ശരിയാക്കി വെക്കട്ടെ. ഇനി മയ്യത്ത് കാണാൻ പറ്റുമോ എന്നുള്ള ബേജാറ് വേണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, എന്റെ മോനാണ്ടി. ദേവു, ആ ബാഗിങ് എടുക്കുമ്പോളെ. ഏത് കൂട്ടുകാരനെ ഏട്ടന് ജോലി ശരിയാക്കിയത്? അത് നിനക്ക് പറഞ്ഞാൽ അറിയില്ല. പണ്ട് ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാ. മോനെ, മാഷായിട്ട് തന്നെയാണോടാ? ഒന്നും പറഞ്ഞിട്ടില്ലമ്മേ. ചെല്ലട്ടെ, കിട്ടണത് ചെയ്യും. അവിടെ ചെന്നാലും അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി കുളിച്ചു തൊഴണേ. ശരിയമ്മ. അത് പിന്നെ ഏട്ടനോട് പ്രത്യേകം പറയണം അമ്മേ. ദിവസം ഒരു തവണയെങ്കിലും അമ്പലം കണ്ടില്ലെങ്കിൽ ഏട്ടന് ഉറക്കം വരുമോ? പൊടിയാസത്തെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നത്. ദേവു കൂട്ടുകാരിയോട് പറഞ്ഞോളൂ കോളേജിൽ വരുന്നുണ്ടെന്ന്. അമ്മയെ മരുന്ന് കഴിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വരട്ടെ. എന്നാ പിന്നെ ഇറങ്ങുക, സമയായി. സ്റ്റാൻഡ് വരെ ഞാനും വരാൻ കുഞ്ഞേ. വേണ്ട മാവ. ഞാൻ വരാത്തതില്
ആജിയാര് ചിലപ്പോ ഗർവിക്കുമായിരിക്കും. ഇവിടുത്തെ നേരമില്ലായ്മ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദാ ബസ് പോരായി, ഞാൻ പോട്ടെ. ചെല്ലി. ഒരാൾ കയറാനുണ്ട്. ആ അടിമില്ലേക്ക് എടാ കുഞ്ഞാലി, നീ എന്തിനീ മൂത്രപ്പരം ആൾക്ക് നിൽക്കുന്നത്? ബാപ്പ പോയി, നീ വാ. ബാപ്പാടെ കണ്ണു വിട്ടിട്ട് ദുബായി പോകേണ്ട പാട്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴേ നെഞ്ചെടുപ്പ് തുടങ്ങി. എന്തിന്? ചേട്ടാ, നീ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് സമാധാനത്തിൽ പോവും? എടാ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം, ആത്മധൈര്യം, മനക്കട്ടി. മനസ്സിലായോ? എന്റെ ഭഗവതി ആ. രക്ഷിക്കണേ. എന്താ വിളിച്ചത്? ഭഗവതി. ഓ പടച്ചോനെ, ഇവൻ കുളമാക്കും. എടാ റബ്ബേന്ന് വിളിയടാ. ആ റബ്ബേ. ആ, ബുദ്ധിപൂർവ്വം കളിച്ച എത്ര കാലം വേണമെങ്കിലും നിനക്ക് അവിടെ നിൽക്കാം. അപ്പൊ ഇത് പെർമനന്റ് ആക്കാനാ നിന്റെ പ്ലാൻ? എന്നാ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നീ ചൂടാകാതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താണെന്ന് വെച്ചാ നീ പറ. ആദ്യം നീ ബാഗ് തൂക്ക്, എന്നിട്ട് പറയാം. ആദ്യം പറ, പിന്നെ തൂക്കാം. ഞാൻ എടുത്തോളാം ചൂട് ഞങ്ങൾ മുറിച്ച് കളഞ്ഞോളാം. പോ. ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ എവിടുന്ന് വരും? നീ ബാഗ് തൂക്ക്. നീ ബഹളം വെക്കാതെ. ഞാൻ അവിടെ ചെന്ന് 2 മാസം, ഓൺലി 2 months. അതിനു മുമ്പ് നിന്റെ വിസയും എത്തും. കുഞ്ഞാലിക്കുട്ടിയാണ് പറയുന്നത്. മാഷുമാർക്ക് അവിടെ നല്ല ഡിമാൻഡാന്നാ കേട്ടത്. ആ അതിനുള്ള വിസ നീ ഒപ്പിച്ചാ? ആ, ഇൻഷാ അല്ലാ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ദാ, ഇത് പിടിക്കും. ഇതെന്താ വിസയാണ്? അല്ലടാ, ഇത് എന്റെ ബാപ്പയ്ക്ക് ഞാൻ എഴുതുന്ന കത്തുകളാ. നീ അവിടെ ചെന്ന് ആഴ്ചയിൽ 1 വീതം മലപ്പുറത്ത് നിന്ന് ബാപ്പയ്ക്ക് പോസ്റ്റ് ചെയ്യണം. ഇത് 2 മാസത്തേക്കുള്ള കത്തുകളുണ്ട്. ഇത് തീരുന്നതിന് മുമ്പ് നിന്റെ വിസ വരും. മനസ്സിലായില്ലേ? ആ, എനിക്കുള്ള ട്രെയിന് സമയമായി. നീ ആ 10:30 മലപ്പുറം ബസ്സിൽ പോയിക്കോ. പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടല്ലോ? ഹാജിയാർക്ക് ഒരു സംശയവും തോന്നരുത്. ഇന്നു മുതൽ നീ ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയല്ല, കോയാ മൻസിലിൽ കുഞ്ഞാലിക്കുട്ടി. ആരാ? കോയാ മനസ്സിൽ കുഞ്ഞാലി. കോയാ മൻസിലിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തിനാടാ ഈ ചന്ദനക്കുറി? ഞാൻ വരട്ടെടാ. നീ ധൈര്യമായിട്ട് പോ. ജോജി. എന്താ? ഓ, ജോജിയല്ല, കോയാ മനസ്സിൽ കുഞ്ഞാക്കുട്ടി. ഒന്ന് വേഗം ഇറങ്ങ മാഷേ. അസ്സലാമലൈക്കും. മാലിക്കും അസ്സലാം. എന്താ? അയ്യോ, തെറ്റിപ്പോയി. ഒന്നുമില്ല. എന്തോ ചോദിച്ചല്ലോ. ഇല്ല, ഞാനൊരു പാട്ട് പാടിയതാ. ഉസ്ലാം പെട്ടി പെൺകുട്ടി രാവിലെ കളിയാക്ക, വെറുതെ സ്പർദ്ധ ഉണ്ടാക്കണ്ടോ?